ഹലോ ഗായ്സ്, എല്ലാവർക്കും അങ്ങനെ ബിഗ് ബോസിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന പണപ്പെട്ടി ടാസ്ക് വന്നു. 5 ലക്ഷം രൂപയാണ് ആദ്യം കൊണ്ടുവച്ചത്. ആ 5 ലക്ഷം രൂപയുടെ പണപ്പെട്ടിയുമായിട്ട് നമ്മുടെ സായി കൂളായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ അതിലിപ്പോ എല്ലാവരും, അതായത് ഇപ്പോഴാണ് അത് നമ്മുടെ ഹോട്ട്സ്റ്റാറിലെ ലൈവ് ആ ഒരു സംഭവം കഴിഞ്ഞതേ ഉള്ളൂ. അതായത് നമ്മുടെ പണപ്പെട്ടി ടാസ്ക് വരുന്നു, പണപ്പെട്ടി കൊണ്ട് 5 ലക്ഷത്തിന്റെ പണപ്പെട്ടി വെക്കുന്നു. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട്, ആരും ആവശ്യം അതിൽ തൊട്ടാൽ ആ തൊടുന്ന ആള് പുറത്തു പോവേണ്ടി വരും. അതുകൊണ്ട് തന്നെ അറിയാതെ ആണെങ്കിൽ പോലും ആരും ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുകയൊക്കെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാൽ പുറത്തു പോകണം. അപ്പൊ നമ്മുടെ സായി ആദ്യത്തെ പ്രാവശ്യം സായി അതിൽ തൊടാൻ വന്നപ്പോ അഭിഷേക് പിടിച്ചോണ്ട് പോയി. നീ വെയിറ്റ് ചെയ്യ എന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയി. അതിനുശേഷം നമ്മുടെ സായി പിന്നെയും വന്നിട്ട് കൂളായിട്ട് വന്നിട്ട് ഒരു ആപ്പിളൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് നൈസ് ആയിട്ട് വന്നിട്ട് ആ ഒരു പെട്ടിയിൽ അങ്ങോട്ട് തൊട്ടു. അപ്പൊ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഹുഷോ അയ്യോ എന്ന് വെച്ചു. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഋഷി, അതായത് നമ്മുടെ ഉപ്പുമുളകിലെ മുടിയൻ. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ടായി, പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു വീടില്ല, അവര് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ പുള്ളിക്ക് ഒരു വീട് വെക്കണം എന്നൊക്കെയുള്ള ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പണപ്പെട്ടി ടാസ്ക് വരുവാണെന്നുണ്ടെങ്കിൽ അതില് നല്ലൊരു എമൗണ്ട് വരുവാണെങ്കിൽ അത് എടുത്ത് പുറത്തു പോകാനുള്ള ഒരു പ്ലാൻ നമ്മുടെ ഋഷിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുള്ളിക്ക് ഒരു ചെറിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് കപ്പ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ട്. പക്ഷെ പ്രതീക്ഷയുടെ പേരിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടം. അതുകൊണ്ട് തന്നെ ഈ ഒരു പണപ്പെട്ടി ടാസ്കില് നല്ലൊരു എമൗണ്ട് വരുവാണെങ്കിൽ അത് എടുത്തിട്ട് പുറത്തു പോകാനുള്ള ഒരു ചെറിയൊരു പ്ലാൻ നമ്മുടെ ഋഷിക്കുണ്ടായിരുന്നു. അപ്പൊ ഇത് മറ്റുള്ള കണ്ടസ്റ്റൻസിനൊന്നും ഒന്ന് ആലോചിക്കാനുള്ള ഒരു സമയം പോലും കൊടുക്കാതെ ഈ 5 ലക്ഷം രൂപയുടെ പെട്ടി കൊണ്ട വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സായി ചെന്നിട്ട് അത് എടുക്കുന്നു. അപ്പോ ആദ്യം എല്ലാരും പറഞ്ഞു, അയ്യോ നീ എന്താ ചെയ്തെന്താ, നീ ഇപ്പോഴേ അത് എടുത്ത എന്തിനാ, ഇനിയും എമൗണ്ടുകൾ വരുമായിരുന്നല്ലോ, നിനക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ എല്ലാരും ഭയങ്കര ഇതിലൊക്കെ സംസാരിച്ചു. അങ്ങനെ വളരെ നമ്മുടെ സായി അവിടെ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഡയലോഗുകളൊക്കെ അടിച്ചു. ഞാൻ ഇവിടെ വന്നത് എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്, നല്ല രീതിയിലേക്കുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ വന്നത്. അതെന്തായാലും സാധിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമുക്കറിയാം ഇപ്പൊ സായി 5 ലക്ഷം രൂപ എടുത്തിരിക്കുന്നത് നന്ദനയ്ക്ക് കൊടുക്കാനാണ്. അതായത് നന്ദനയ്ക്ക് ഒരു വീട് വെക്കാനുള്ള ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് സായി 5 ലക്ഷം രൂപ എടുത്തിരിക്കുന്നത്. അപ്പൊ അതേപോലെ ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ് ഋഷിയും. ഋഷി ഇപ്പോൾ പല പ്രാവശ്യം പറയുന്നുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് വേണം, ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു ഭാഗം ചിന്തിക്കുകയാണെങ്കിൽ ഋഷി, നമുക്കറിയാം ഈ ഉപ്പുമുളകം എന്ന് പറയുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ട് തന്നെ എത്ര വർഷങ്ങൾ ആ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത്രയും നാൾ അതിൽ അഭിനയിച്ചിട്ടും എത്രയോ കാശ് കിട്ടിയിട്ടുണ്ടാവും, എന്നിട്ടും സ്വന്തമായിട്ട് ഒരു വീട് വെച്ചില്ല എന്ന് പറയുന്നത് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ഋഷി ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ സായി ഈ പണപ്പെട്ടിയൊക്കെ എടുത്ത് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് പുറത്തു പോയതിനു ശേഷം എല്ലാവരും സായിയെ കുറ്റം പറയാൻ തുടങ്ങി. അതില് ആദ്യം എടുത്തു പറയേണ്ടത് നമ്മുടെ ജാസ്മിൻ. ജാസ്മിൻ പറയാണ്, സായി എന്താ കാണിച്ചത്, സായി എന്തോ വലിയ മാസ് ചെയ്ത പോലെയാണ് സായിയുടെ ആ ഒരു സംസാരം എല്ലാം. ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ആലോചിക്കാനുള്ള ഒരു ടൈം പോലും കൊടുക്കാതെ സായി എന്താണ് കാണിച്ചത്. എനിക്ക് സായിയുടെ കുറെ കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ പിന്നെ ചോദിക്കാതിരുന്നേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഭയങ്കര ചർച്ച. പല സ്ഥലങ്ങളിൽ ഇരുന്ന് പലരും ഇങ്ങനെ ചർച്ച ചെയ്യണം. അതുകൂടാതെ നമ്മുടെ ഋഷിയും അഭിഷേകും കൂടെ ഇരുന്ന് പറയുകയാണ്. അപ്പോ അഭിഷേക് പറയാണ്, സായി കാണിച്ചത് എന്ത് പരിപാടിയാണ്, ഇനിയും ഒരുപക്ഷെ ഇനി അടുത്ത് വെക്കാൻ പോകുന്നത് ചിലപ്പോൾ 10 ലക്ഷത്തിന്റെ പെട്ടി ആയേനെ. അപ്പൊ അതിനൊരു അവസരം കൊടുക്കാതെ ഈ ഒരു ആദ്യത്തെ പെട്ടി കൊണ്ട് വെച്ചപ്പോ തന്നെ ഈ ഒരു സായി ഇങ്ങനെ അതെടുത്തോണ്ട് പോയത് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊന്നും ഒരു അവസരം പോലും കിട്ടിയില്ല. ഒരു പക്ഷേ സായി ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ അടുത്തത് വരാൻ പോകുന്നത് ചിലപ്പോ 1-2 ലക്ഷം ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ വരാൻ പോകുന്നത് ഇതിൽ കൂടുതൽ 7 ലക്ഷം ഒക്കെ ആയിരിക്കാം. അതൊരു ഭാഗ്യ പരീക്ഷണത്തിന് നിൽക്കാതെ ഈ പെട്ടി കൊണ്ടുവന്ന് വെച്ച ഉടനെ തന്നെ സായി എടുത്തിട്ട് പോയി. അപ്പോൾ ഋഷിക്ക് ഭയങ്കര സങ്കടം. ഋഷി പറയുന്നു, അവൻ അവന്റെ കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. സത്യം പറഞ്ഞാൽ ആ പൈസ കൊണ്ടുപോകുന്നത് സായിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, നന്ദനയ്ക്ക് വീട് വെക്കാനുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിപ്പോ. എനിക്ക് തോന്നുന്നു ജാസ്മിനും ഈ ഒരു പണപ്പെട്ടിയിൽ ഒരു കണ്ണുണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. കാരണം സായി ആ ഒരു പണപ്പെട്ടിയായിട്ട് പുറത്തോട്ട് പോയതിനു ശേഷം ജാസ്മിൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സായി അങ്ങ് കുറ്റപ്പെടുത്തുകയാണ്. സായി എന്താണ് കാണിച്ചത്, എന്തോ മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയി, മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് ഓർക്കുക പോലും ചെയ്യാതെ. ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു പണപ്പെട്ടി ടാസ്കിൽ എല്ലാവർക്കും അവസരമുണ്ട്, ആർക്ക് വേണമെങ്കിലും ആ ഒരു പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാം. പക്ഷെ അത് മറ്റുള്ളവർക്കൊന്നും ആലോചിക്കാനുള്ള ഒരു ടൈം പോലും കൊടുക്കാതെ ഈ പെട്ടി കൊണ്ടുവന്ന് വെച്ച ഉടനെ എന്താ പറയാ, അതെടുത്തിട്ട് അങ്ങ് പോയി. അപ്പൊ ഇപ്പോ സായി ഉണ്ടായിരുന്നപ്പോ സായിയുടെ കൂടെ നിന്ന്
ഭയങ്കര സ്നേഹവും ഭയങ്കര ഫ്രണ്ട്ഷിപ്പൊക്കെ കാണിച്ചവർ ഇപ്പൊ സായി ഇറങ്ങി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ, അപ്പൊ തന്നെ സായിയുടെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. അഭിഷേക് ആണെങ്കിലും ഋഷി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും എല്ലാവരും ഇപ്പോൾ കുറ്റം പറയുകയാണ്. അവൻ ഇത്ര ധൃതിയിട്ട് ചെയ്യണ്ടായിരുന്നു, ഇനി ഒരുപക്ഷെ അടുത്ത പെട്ടി ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതലായേനെ, എത്ര എമൗണ്ട് ആണെന്ന് പോലും ചിലപ്പോൾ കൂടുതലൊരു എമൗണ്ട് ആയേനെ, അതുപോലും നോക്കാതെ സായിയുടെ ആ ഒരു സംഭവം മാത്രം കണക്കിലെടുത്തുകൊണ്ട് പുള്ളി ആ ഒരു പെട്ടി എടുത്തുകൊണ്ട് പോയി. അപ്പൊ നമ്മുടെ ഋഷി ഭയങ്കര സങ്കടത്തിലാണ്. കാരണം ഋഷിക്ക് ഞാൻ പറഞ്ഞല്ലോ വീട് വെക്കണമെന്നൊക്കെയുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതൊരു ഭാഗ്യം ഉള്ള ഒരു ടാസ്ക് ആയിരുന്നു. കാരണം പണപ്പെട്ടി കൊണ്ടുവയ്ക്കുന്നു. അതിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം സീസൺ 5 നാദിര എടുത്തുകൊണ്ട് പോയത് 7.25 ലക്ഷം രൂപയായിരുന്നു. ഇതിപ്പോ ഫസ്റ്റ് കൊണ്ടെന്ന് വെച്ചാൽ 5 ലക്ഷം ആയിരുന്നു. ഒരു പക്ഷെ ഇനി അടുത്തത് 10 ലക്ഷം ആയേനെ. അതുപോലും അടുത്തൊരു പെട്ടി കൊണ്ടുവരാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ സായി അത് എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞു. അപ്പൊ എന്തായാലും ഒരുപക്ഷെ സായി പുറത്തു പോയി ഒരു കാര്യം നല്ലതാണ്. പക്ഷെ അത് പുള്ളി ഔട്ടായി പോകുന്നതായിരുന്നു നല്ലത്. എവിക്റ്റ് ആക്കി കളഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു 5 ലക്ഷം രൂപ നഷ്ടം വരില്ലായിരുന്നു. അത് വേറെ ഏതെങ്കിലും, അതായത് ഋഷി എടുത്തിരുന്നെങ്കിൽ പോലും നമുക്ക് കുറച്ചൊരു സന്തോഷം ഉണ്ടായേനെ. കാരണം ഋഷി പറയുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം, എൻ്റെ അമ്മയും അനിയന്മാരും വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടപ്പോൾ നമുക്കൊരു വിഷമം തോന്നി. അപ്പൊ ഒരുപക്ഷെ ഒരു എമൗണ്ട് കൂടുതലാ വന്നിരുന്നെങ്കിൽ ഋഷി എടുത്തേനെ. അപ്പൊ ഇപ്പോ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും അങ്ങും ഇങ്ങനെ സായിയുടെ പരദൂഷണങ്ങൾ പറയാൻ തുടങ്ങി. അതെന്തായാലും നന്നായി. ഇനിയിപ്പോ സായി പുറത്തിറങ്ങുമ്പോഴത്തേക്കിനാണ് പുറത്തെ ബഹളങ്ങളും നെഗറ്റീവും എല്ലാം കാണാൻ പോകുന്നത്. ഇനിയിപ്പോ നമുക്ക് അടുത്ത ദിവസം മുതൽ നമ്മുടെ സീക്രട്ട് ഏജന്റിനെ നമുക്ക് കാറിലിരുന്ന് വീഡിയോ ചെയ്യുന്നത് കാണാവുന്നതാണ്. ഇനിയിപ്പോ എന്താ പറയാ, ഇനി ഒന്നേന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ബിഗ് ബോസിലെ സംഭവങ്ങളും പുറത്തുള്ള നെഗറ്റീവിനെ കുറിച്ചും, ഇനിയിപ്പോ സായി പുറത്തു വന്നിട്ട് ജിൻഡോയെ കുറിച്ച് എന്തൊക്കെയാ പറയാൻ പോണേന്ന് നമുക്ക് അറിയില്ല. ഇപ്പം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വന്ന എല്ലാ ആൾക്കാരും റസ്മിൻ, അപ്സര ഒക്കെ വന്നിരുന്നിട്ട് ഓരോ ഇന്റർവ്യൂവിലും ജിൻഡോയെ കുറ്റപ്പെടുത്താണ്. ജിൻഡോ കൊള്ളില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നെഗറ്റീവാണ് ജിൻഡോയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ സായിയുടെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും സായി പുറത്തു വരുമ്പോൾ ഒന്നും ഞെട്ടും. കാരണം ജിൻഡോയ്ക്ക് ഇത്രത്തോളം സപ്പോർട്ട് പുറത്തുണ്ട് എന്ന് കാണുമ്പോൾ സായി ഒന്നും ഞെട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ സായി പുറത്തായി, ഇനിയിപ്പോ ഉടനെ തന്നെ സായി നമ്മുടെ എയർപോർട്ടിൽ വരും, മീഡിയക്കാരൊക്കെ ചെല്ലും, ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ പുറകെ വരും. അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം എങ്ങനെയാകും എന്താകും എന്നൊക്കെ.